സിംബാബ്വെക്കെതിരായ മൂന്നാം T20യിൽ ഇന്ത്യക്ക് ജയം. 23 റൺസിന്റെ ജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിൽ 2-1 മുന്നിലെത്തി. T20 ഫോർമാറ്റിലെ ഇന്ത്യയുടെ 150ാം വിജയം കൂടിയായിരുന്നു ഇത്. സിംബാബ്വെക്കെതിരെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 182 റൺസാണ് നേടിയത്. യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും നേടിയ തകർപ്പൻ തുടക്കത്തിനു ശേഷം 4 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മികച്ച സ്കോർ സ്വന്തമാക്കുന്നത്. ഓപ്പണിംഗ് വിക്കറ്റിൽ ജയ്സ്വാൾ ഗിൽ കൂട്ടുകെട്ട് 67 റൺസാണ് സ്വന്തമാക്കിയത്. 36 റൺസ് നേടിയ ജയ്സ്വാളിനെ സിക്കന്ദർ റാസ പുറത്താക്കിയപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ അഭിഷേക് ശർമ്മയും റാസ തന്നെയാണ് പുറത്താക്കിയത്. അതിനുശേഷം 72 റൺസ് മൂന്നാം വിക്കറ്റിൽ നേടി ഗിൽ ഗെയ്ക്വാദ് കൂട്ടുകെട്ടാണ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത്. 66 റൺസ് നേടിയ ഗില്ലിന്റെ വിക്കറ്റ് വീഴ്ത്തിയാണ് സിംബാബ്വെ ഈ കൂട്ടുകെട്ട് തകർത്തത്. ഗെയ്ക്വാദിന് 1 റൺസ് അകലെ അർദ്ധശതകം നഷ്ടമായപ്പോൾ ഇന്ത്യക്ക് 4ാം വിക്കറ്റും നഷ്ടമായി. 28 പന്തിൽ 49 റൺസാണ് താരം സ്വന്തമാക്കിയത്. അവസാനം സഞ്ജു സാംസണിന്റെ ഇന്നിംഗ്സാണ് ടീം സ്കോർ 180 കടത്തിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സിംബാബ്വെക്ക് 6 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് മാത്രം എടുക്കാനേ സാധിച്ചുള്ളൂ. ഇന്ത്യക്ക് വേണ്ടി വാഷിംഗ്ടൺ സുന്ദർ 3ഉം ആവേശ് ഖാൻ 2 വിക്കറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ ഖലീൽ അഹമ്മദ് 1 വിക്കറ്റ് വീഴ്ത്തി. 37 റൺസ് എടുത്ത മദാന്തയും 65 റൺസ് എടുത്ത മയേഴ്സും മാത്രമാണ് സിംബാബ്വെക്കായി ബാറ്റ് കൊണ്ട് തിളങ്ങിയത്. അവസാനം മയേഴ്സ് ഒറ്റയ്ക്ക് പൊരുതി നോക്കിയെങ്കിലും സിംബാബ്വെയെ വിജയത്തിലെത്തിക്കാനായില്ല. T20 ഫോർമാറ്റിൽ ടീം ഇന്ത്യയുടെ 150ാം വിജയം കൂടിയായിരുന്നു ഇത്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഈ നേട്ടത്തിലെത്തുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറി. സ്പോർട്സ് ഡെസ്ക്, ജനം.